Hello students, welcome to lesson 5.11 in professional business skills. We will discuss the disadvantages of digital marketing in this lesson. കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലായിട്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒട്ടേറെ അഡ്വാൻറ്റേജസ് കാണുകയുണ്ടായി. അഡ്വാൻറ്റേജസ് എല്ലാം പറയുമ്പോൾ തന്നെയും ഡിജിറ്റൽ മാർക്കറ്റിംഗിന് അതിൻ്റെതായ ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഏതെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തേത് ഡിപ്പെൻഡൻസ് ഓൺ ഇന്റർനെറ്റ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനം പൂർണ്ണമായിട്ടും ഇന്റർനെറ്റിനെ ആശ്രയിച്ച് നിൽക്കുന്നു. അപ്പൊ ഇന്റർനെറ്റിനെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ തന്നെ അതിൽ തന്നെ അതിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമതായിട്ട് എല്ലാവർക്കും ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അത് ആക്സസ് ചെയ്യാൻ വേണ്ട ബാൻഡ് വിഡ്ത്തോ അതല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ വേണ്ട ഡിവൈസസോ എന്തിന് നമ്മൾക്ക് വളരെ എസെൻഷ്യലായ ബേസിക് നെസസിറ്റിയായ ഇലക്ട്രിസിറ്റിയോ പോലും ചില സമൂഹങ്ങളിൽ, ചില രാജ്യങ്ങളിൽ, ചില പ്രദേശങ്ങളിൽ ലഭ്യമല്ല. അപ്പൊ എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് എത്തുന്ന ഒരു സംവിധാനമാണ് ഇന്റർനെറ്റ് എന്ന് നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കുന്ന ഒന്നല്ല. അപ്പൊ ഇതാണ് ഇന്റർനെറ്റിന്മേലുള്ള പൂർണ്ണമായ ഡിപ്പെൻഡൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത് ഡിജിറ്റൽ ക്ലട്ടർ. എന്തുമാത്രം ഇൻഫർമേഷൻ ആണ് ഇന്റർനെറ്റ് ആക്സസ് ഉള്ള ആളുകളുടെ അടുക്കൽ തന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം ഇൻഫർമേഷൻ ആണ് ഇന്റർനെറ്റിലൂടെ വരുന്നത്, എത്രമാത്രം ആളുകളാണ് പേർപ്പസ്ഫുള്ളി സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, അത്ര അധികം ഇൻഫർമേഷൻ ആണ് വരുന്നത്. അപ്പൊ നമ്മളുടെ ഒരു അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് കമ്മ്യൂണിക്കേഷനോ മറ്റ് പ്രോഡക്റ്റ് കമ്മ്യൂണിക്കേഷൻസോ മറ്റ് അഡ്വർടൈസ്മെന്റ്സ് ആയിട്ടോ മാത്രമല്ല കമ്പ്ലീറ്റ് ചെയ്യുന്നത്, ഒരു പിടി സംഗതികളായിട്ടാണ് നമ്മൾ കമ്പ്ലീറ്റ് ചെയ്യുന്നത്. ഇൻഫർമേഷൻ, മ്യൂസിക്, എന്റർടൈൻമെന്റ്, ബുക്കിങ്ങുകൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളായിട്ടാണ് നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ മത്സരിക്കേണ്ടി വരുന്നത്. അപ്പൊ അത്ര അധികം അട്രാക്റ്റീവും അത്ര അധികം റെലവെന്റും അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ ഈ കുത്തൊഴുക്കിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തേത് നെഗറ്റിവിറ്റി. ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫ്രോഡ് സൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള ഒറിജിനൽ ഇ കൊമേഴ്സ് സൈറ്റുകളെ വെല്ലുന്ന രീതിയിലുള്ള ഇ കൊമേഴ്സ് സൈറ്റുകൾ, ഒറിജിനൽ പ്രൊഡക്ട്സിന്റെ വ്യാജന്മാര് മാത്രം കയറി ഇറങ്ങി വിൽപ്പന നടത്തുന്ന സൈറ്റുകൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇ കൊമേഴ്സ് സൈറ്റുകളിൽ പ്രത്യേകിച്ചും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിനാൻഷ്യൽ സ്കാമുകൾ, OTP തട്ടിപ്പുകൾ, ഇങ്ങനെ ഒരു നമ്മൾക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത വിധം കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ അല്ലെങ്കിൽ നൂതനമായ മാർഗങ്ങളിലൂടെ തട്ടിപ്പ് നടത്തുക എന്നുള്ളതിന്റെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇന്റർനെറ്റ്. അപ്പോൾ പൊതുവെ ചില ആളുകൾക്ക്, കുറച്ചു പേർക്കെങ്കിലും ഓൺലൈൻ മാർക്കറ്റിങ്ങിനോട്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോട് ഒരു എതിർപ്പ് വരുന്നുണ്ട്. ഇതുപോലെയുള്ള എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അതേക്കുറിച്ച് കേട്ടറിഞ്ഞതുകൊണ്ട് അതിനോടുള്ള ഭയപ്പാട് മൂലം ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. എന്ന് പറഞ്ഞാലും നമ്മൾ സൂക്ഷിച്ചിരിക്കേണ്ട ഒരു ആവശ്യം ഇന്റർനെറ്റ് മാർക്കറ്റിംഗിൽ കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിന്ന് തീർച്ചയായിട്ടും നിലവിലുണ്ട്. അത്തരം ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇതാണ് നമ്മൾ പറയുന്ന ഒരു നെഗറ്റീവ് സെന്റിമെന്റ് കുറച്ച് കസ്റ്റമേഴ്സിന്റെ ഉള്ളിലെങ്കിലും ഇത്തരം വ്യാജ സൈറ്റുകളിലൂടെയും വ്യാജ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെയും ബാങ്കിങ് ഫ്രോഡുകളിലൂടെയും സ്കാമുകളിലൂടെയും ഉണ്ടായിട്ടുണ്ട്. ഇതാണ് നെഗറ്റീവ് സൈഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ. അടുത്തത് ഹൈ കോമ്പറ്റീഷൻ. എല്ലാവരും ഒരേ രീതിയിലുള്ള ചാനലുകളാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും നമുക്ക് കാണാം, നമ്മൾ ഒരു ഉൽപ്പന്നം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ ഒരു സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതേ സൈറ്റിൽ കോമ്പറ്റീഷന്റെ ഒരു 4-5 ഉൽപ്പന്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ഒരേ ഇ കൊമേഴ്സ് സൈറ്റിലുണ്ട്. നമ്മൾ ഏത് ഇ കൊമേഴ്സ് സൈറ്റ് എടുത്ത് നോക്കിയാലും ഒരേ രീതിയിലുള്ള 10 ഉൽപ്പന്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കൺഫ്യൂഷനായി ഏത് തിരഞ്ഞെടുക്കണം എന്ന് നമ്മൾക്ക് അമ്പരപ്പിക്കും വിധം വെറൈറ്റി ഓഫ് ചോയ്സസ്. എല്ലാവരും ഒരേ സ്ഥലത്ത് പ്രസന്റ് ആണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒന്ന്, നമ്മളുടെ നീഡ്സിലുള്ള വ്യത്യാസം കൊണ്ട് നമുക്ക് തീരുമാനിക്കാം. അതല്ലെങ്കിൽ പ്രൈസിലുള്ള വ്യത്യാസം കൊണ്ട് തീരുമാനിക്കാം. അതല്ലെങ്കിൽ റേറ്റിംഗിലുള്ള വ്യത്യാസം കൊണ്ട് തീരുമാനിക്കാം. അപ്പൊ അനേകം കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ തീരുമാനത്തിലെത്താൻ. എന്തുകൊണ്ട് ഇതിങ്ങനെ വരുന്നു? കോമ്പറ്റീഷൻ. അത്രയധികം കോമ്പറ്റീഷനാണ് ഇന്റർനെറ്റിൽ ഓരോ പ്രൊഡക്റ്റിനും ഓരോ സർവീസിനും ഉള്ളത്. കാരണം സെറ്റപ്പ് കോസ്റ്റുകൾ കുറവാണ്. നിങ്ങൾക്കൊരു ഇന്റർനെറ്റ് സൈറ്റിൽ കയറി ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെന്റ്, ചെലവുകൾ, അധ്വാനം പരിമിതമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിനെ തുടിച്ചാണ്. ഇതിലേതാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്ത വിധം മുറുകിയ കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം എടുക്കാൻ, വാങ്ങിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ കസ്റ്റമറുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇതിന്റെ കോമ്പറ്റീഷൻ ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് വന്നുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഉൽപ്പന്നത്തിൻ്റെത് മാത്രമല്ല, ആ മാനുഫാക്ചറിന്റെ, ആ ബ്രാൻഡിന്റെ മാത്രമല്ല, സിമിലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സകലമാന ബ്രാൻഡുകളുടെയും അഡ്വർടൈസ്മെന്റ്സോ കമ്മ്യൂണിക്കേഷനോ അടുത്ത ദിവസം മുതൽ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലോ എന്റെ ഇമെയിൽ അഡ്രസ്സിലോ വന്നുകൊണ്ടിരിക്കുന്നു. കടുത്ത കോമ്പറ്റീഷൻ കസ്റ്റമേഴ്സിനെ ഏത് വിധേനയും ചാക്കിട്ടെടുക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. കസ്റ്റമർ ഡിജിറ്റൽ ഫുട് പ്രിന്റ് ഉപയോഗിച്ച് കസ്റ്റമറുടെ പ്രസൻസ് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കി കസ്റ്റമറുടെ ഡേറ്റ വേണ്ട വിധത്തിൽ ചോർത്തിയെടുത്ത് എങ്ങനെയെങ്കിലും കസ്റ്റമറെ
തങ്ങളുടെ പക്ഷത്തേക്ക് തങ്ങളുടെ ഉൽപ്പന്നം വാങ്ങുന്നതിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇത്ര ഗുരുതരമായ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് കമ്പനികൾ ഇടപെടുന്നത്. അടുത്തത് ഹാംഫുൾ ഇമേജ് ബൈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. സ്ഥാപിത താല്പര്യക്കാർ, നിക്ഷിപ്ത താല്പര്യക്കാർ ബ്രാൻഡുകൾക്ക് ദോഷം വരുത്തിയിരിക്കുന്നതാണ്. ചില ആളുകൾക്ക് അങ്ങനെയാണ്, അവർക്ക് താല്പര്യമില്ലാത്തതിനെ കുറിച്ച് അവര് തെറ്റിദ്ധാരണകൾ പരത്തും. അവർക്ക് താല്പര്യമില്ലാത്തത്, ലോകത്തിൽ എല്ലാവർക്കും താല്പര്യമില്ലാത്തതായിക്കൊള്ളുന്നില്ല, അവരുടെ ഒരു പ്രത്യേക വീക്ഷണ കോണുമായി ചേർന്ന് പൊരുത്തപ്പെട്ടു പോകാത്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനെയോ ബ്രാൻഡുകളെയോ അവർക്ക് താല്പര്യം ഏതെങ്കിലും രീതിയിൽ അവർക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയോ തേജോവധം ചെയ്യുന്നു. ആ ബ്രാൻഡിനെ നശിപ്പിക്കുന്ന രീതിയിൽ ക്യാമ്പയിൻസ് അയച്ചു വിടുക, സോഷ്യൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് മാസ് പെറ്റീഷൻസ്, കൂട്ടം ചേർന്ന് എല്ലാവരും കൂടെ ഒപ്പുശേഖരണവും ഇതിനെതിരെ ട്രെൻഡിങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി നടത്തുക. അപ്പൊ ഇത്തരം നിക്ഷിപ്ത താല്പര്യക്കാർക്ക് വേണമെങ്കിൽ ഒരു ബ്രാൻഡിനെ ഒരുപാട് ബുദ്ധിമുട്ട് ഉളവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. ഈ അടുത്ത് തനിഷ്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന് അവരുടെ ഒരു പരസ്യം മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഓർമ്മയിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ആളുകൾക്ക് അവരുടേതായ അഭിപ്രായമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ബ്രാൻഡിനെ ആ പരസ്യം പിൻവലിക്കുന്ന നിലയിൽ വരെ എത്തിക്കാൻ നമുക്ക് ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മീഡിയയുടെ ദുരുപയോഗത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഓൺലൈൻ ആക്ടിവിസം എന്ന് പറയുന്നത്, നെഗറ്റീവ് ഓൺലൈൻ ആക്ടിവിസം. ഏതെങ്കിലും കാര്യത്തോട് നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മീഡിയ ഉപയോഗിച്ച് അതിനെ താറുമാറാക്കുക, തകർക്കാൻ ശ്രമിക്കുക. ഇതാണ് ക്രിയേറ്റ് എ ഹാംഫുൾ ഇമേജ് ബൈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. സ്ഥാപിത താല്പര്യക്കാർ, അവർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ആ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ബ്രാൻഡോ ഒരു ഉൽപ്പന്നമോ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ബ്രാൻഡ് ഇമേജിനെ തകർക്കുക, സംഘം ചേർന്ന് ആക്രമിക്കുക, ഡിജിറ്റലായി കൂട്ടം ചേർന്ന് അതിനെ ആക്രമിക്കുക. ഇതാണ് ഹാംഫുൾ ഇമേജ് ബൈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആദ്യത്തെ 4.5 പോയിന്റ്സ്. അടുത്തത് നോട്ട് സ്യൂട്ടബിൾ ഫോർ സർട്ടൻ കാറ്റഗറീസ്. ചില കാറ്റഗറി നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത്ര ഫേവറബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്, മരുന്ന് ഉൽപ്പന്നങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്യൂട്ടബിൾ ആകുന്നില്ല. അതുപോലെ ഹൈലി പ്രഷ്യസ് ജ്വല്ലറി, പ്രഷ്യസ് മെറ്റൽ ജ്വല്ലറി, ഇപ്പോൾ പ്ലാറ്റിനം കൊണ്ടുള്ളതോ സ്വർണം കൊണ്ടുള്ളതോ ഒക്കെയുള്ള ജ്വല്ലറി ഒരു പരിധി വരെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിന്റെ ലോജിസ്റ്റിക്സ്, സേഫ്റ്റി നമുക്ക് ഉറപ്പുവരുത്താൻ ബുദ്ധിമുട്ടാണ്. അതേസമയം ഫാർമയിലെ പ്രശ്നം അതല്ല, അത് പ്രിസ്ക്രിപ്ഷൻ കൂടാതെ നമുക്ക് അല്ലെങ്കിൽ ഓരോ പേഷ്യന്റിനും വളരെ വ്യത്യസ്തമായി വളരെ സേഫ് ആയിട്ട് മാത്രം കൊടുക്കേണ്ട ഒരു സപ്ലൈ ആണ് മരുന്നുകൾ. അപ്പൊ ചില കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ പോസിബിൾ ആകുന്നില്ല. അത് ലീഗൽ കമ്പൽഷൻസ് വരുന്നു. ഇപ്പൊ ഫാർമയിലാണെങ്കിൽ ലീഗൽ കമ്പൽഷൻസ് ആണ്. ചില പ്രൊഡക്റ്റിന്റെ നേച്ചർ അതായതുകൊണ്ട് അതാണ് ജ്വല്ലറി എന്ന് പറയുന്നത്. അതേസമയം മറ്റു ചില കാറ്റഗറി വളരെ സ്യൂട്ടബിൾ ആണ്. കൺസ്യൂമർ ഗുഡ്സ്, ക്ലോത്ത്സ്, ഇലക്ട്രോണിക്സ്, ഇതൊക്കെ നമുക്ക് സ്യൂട്ടബിൾ ആണ്. ചില കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് തീർത്തും സ്യൂട്ടബിൾ അല്ലാതെ വരും. സ്റ്റോറേജ് പ്രോബ്ലംസ് ഉള്ള പ്രൊഡക്ട്സ്, ഐസ്ക്രീംസ്, ഫ്രോസൺ മീറ്റ്, ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ നമുക്ക് ഡെലിവറി ലാസ്റ്റ് മൈൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. ചില കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്യൂട്ടബിൾ അല്ല. അടുത്തത് നോട്ട് ഡയറക്റ്റഡ് ടു റിയൽ പ്രോസ്പെക്ട്സ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നെറ്റിൽ സർഫ് ചെയ്യുന്ന എല്ലാവരും ഏതെങ്കിലും പർട്ടിക്കുലർ ഇൻഫർമേഷന് വേണ്ടി പരത്തുന്നവരായിട്ടുള്ള നിർബന്ധമൊന്നുമില്ല. കാഷ്വലായിട്ട് നെറ്റിൽ സർഫ് ചെയ്യുന്നവരുണ്ട്, കാഷ്വലായിട്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് പർച്ചേസിംഗ് പവർ ഇല്ല, പർച്ചേസ് ചെയ്യണമെന്ന് താല്പര്യമില്ല, പക്ഷെ നെറ്റിൽ വെറുതെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളുടെ ഒരു മാർക്കറ്റർക്ക് ഒരു തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. ഇത്തരം ആളുകൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് വേണ്ടി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടായിരിക്കണം ഒരു സൈറ്റിൽ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്നത് എന്നൊരു ചിന്താഗതി ഒരു മാർക്കറ്റർക്ക് ഉണ്ടാകുന്നത് വഴി അയാൾ അവിടെ കൊണ്ടുപോയി അഡ്വർടൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടോ മറ്റു കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ടോ മാത്രം ഒരു സ്ഥലത്ത് വന്നടിയുന്ന ഒരുപാട് സർഫേഴ്സ്, വ്യൂവേഴ്സ് ഉണ്ട്. പർച്ചേസിംഗ് പവർ അല്ലേ, പർച്ചേസ് ചെയ്യാൻ താല്പര്യമില്ല. അവിടെ കൊണ്ടുപോയി നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത് വഴി നമ്മൾക്ക് പണം നഷ്ടമാണെന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മൾ അവരുടെ ക്ലിക്സിന്റെ ബേസിസിൽ നമ്മൾ പേ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ധാരണയുണ്ട്, ഇവർ ക്ലിക്ക് ചെയ്യുന്നത് കൊണ്ട് അവരെല്ലാം പ്രോസ്പെക്ട്സ് ആണ്, അവരെല്ലാം നാളെ കസ്റ്റമേഴ്സ് ആകുന്നു, ആയിക്കൊള്ളണം നിർബന്ധമില്ല. കാഷ്വൽ സർഫറാണ്. നമ്മൾ തന്നെ എത്രയോ സമയം നെറ്റിൽ വെറുതെ സർഫ് ചെയ്യുന്നു. അപ്പൊ സർഫ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഉൽപ്പന്നം വേണമെന്നുള്ള താല്പര്യം കൊണ്ടോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക ഉൽപ്പന്നം വാങ്ങിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടല്ല. അങ്ങനെ സർഫ് ചെയ്യുന്നു സമയം ചിലവഴിക്കാൻ, നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട്, നമുക്ക് മൈൻഡ് റിലാക്സ് ചെയ്യാൻ, ഇങ്ങനെയൊക്കെ പോയി സർഫ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർ കാണുന്ന എല്ലാ പരസ്യവും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം സീരിയസ് ബയേഴ്സ് അല്ല. അപ്പൊ അവിടെ പോയി ഇവരുടെ
എൻഗേജ്മെന്റ് മൂലം മാർക്കറ്റിയറോ മാനുഫാക്ചറോ ചിലപ്പോൾ വിചാരിക്കും നമ്മുടെ പ്രൊഡക്റ്റിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ട്, ആഡ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് തെറ്റിദ്ധാരണയായിരിക്കും. അപ്പൊ റിയൽ പ്രോസ്പെക്ട്സ് കൂടാതെ കാഷ്വൽ ആയിട്ടുള്ള ആളുകളും നമ്മുടെ പരസ്യം കണ്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ എപ്പോഴും കരുതിയിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാഷ്വൽ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. റിയൽ വ്യൂവേഴ്സ് ആയിരിക്കില്ല, റിയൽ പ്രോസ്പെക്ട്സ് ആയിരിക്കില്ല, അവർ കാഷ്വലായിട്ട് വന്ന് കണ്ടുപോകുന്നവരാണ്. അപ്പൊ പൂർണ്ണമായിട്ടും നമുക്ക് അനലിറ്റിക്സിനെ ബേസ് ചെയ്ത് മാത്രം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ അതിന്റെ കൂടെ വരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്, നോട്ട് ഓൾ അഡ്വർടൈസിംഗ് ഓർ കമ്മ്യൂണിക്കേഷൻ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേ ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് റിയൽ പ്രോസ്പെക്ട്സ്. ശരിയായ ബയേഴ്സ് ആയിക്കൊള്ളുന്നില്ല കാണുന്നവരെല്ലാം. ഇതാണ് ഏഴാമത്തെ ഡിസഡ്വാൻറ്റേജ്. അപ്പൊ ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ 7 ഡിസഡ്വാൻറ്റേജസ്. നമുക്കൊന്ന് സമറൈസ് ചെയ്യാം. ആദ്യത്തേത് പൂർണ്ണമായിട്ടും ഇന്റർനെറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. രണ്ടാമത്തേത് ആവശ്യത്തിലധികം ഇൻഫർമേഷൻ, അതിനാണ് ഡിജിറ്റൽ ക്ലട്ടർ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് നെഗറ്റിവിറ്റി, വഞ്ചനയ്ക്കും ചതിക്കുമുള്ള സാധ്യത ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കൂടുതലാണ്. ഹൈറ്റൻഡ് കോമ്പറ്റീഷൻ, പല രീതിയിൽ കോമ്പറ്റീഷൻ നിങ്ങളെ വരിഞ്ഞു മുറുക്കുന്നു. ഹാംഫുൾ ഇമേജ് ബൈ വെസ്റ്റേൺ ഇൻട്രസ്റ്റ്, സ്ഥാപിത താല്പര്യങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിന് ദോഷം വരുത്തി വെക്കാൻ സാധ്യതയുണ്ട്. ചില കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് സ്യൂട്ടബിൾ അല്ല. 7, കാണുന്ന എല്ലാവരും, നിങ്ങളുടെ ആഡുമായി ഇടപഴകുന്ന എല്ലാവരും, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വായിക്കുന്ന എല്ലാവരും റിയൽ പ്രോസ്പെക്ട്സ്, ശരിയായ ബയേഴ്സ്, ശരിയായ താല്പര്യമുള്ളവർ ആയിക്കൊള്ളണം എന്നില്ല. അപ്പൊ ഇത്രയുമാണ് ഡിജിറ്റൽ മാർക്കറ്റിന്റെ ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജിന് ശേഷം നമ്മൾ ഡിസഡ്വാൻറ്റേജസ് കണ്ടു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ട്രെൻഡ്സ് എന്തൊക്കെയാണ്, ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് എന്ന് പരിശോധിക്കും. Until we meet for that, goodbye and thank you.